എൻ്റെ പേര് വിജിത്ത്. ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച എൻ്റെ സെബീനയെ പറ്റിയാണ് ഈ കഥ. സെബീന ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിയ വീടിൻ്റെ പഴയ ഓണറിൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ ഏകദേശം 45 വയസ്സൊക്കെ പ്രായമൊക്കെ ഉണ്ടാകും. എല്ലാ കഥയിലെയും നായികമാരെ പോലെ വെളുത്ത് തുടുത്തിട്ടൊന്നുമല്ല, കുറച്ച് കറുത്തിട്ടാണ്. കുറച്ച് കറുപ്പാണെങ്കിലും എല്ലാം ആവശ്യത്തിൽ അല്ല, അതിൽ കൂടുതലുണ്ട്. 5 അടിയോളം പൊക്കമുണ്ട്. വീടിൻ്റെ തൊട്ട് അയൽപക്കത്ത് തന്നെയാണ് അവരുടെ വീടും. എൻ്റെ ചെറിയ പ്രായം മുതലേ ഞാൻ ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. 4 വർഷമായിട്ടുള്ളൂ ഞാൻ അക്കയുടെ പഴയ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. ആൾ ഭയങ്കര പാവാണ്. എപ്പോൾ കണ്ടാലും ചിരിക്കും, സംസാരിക്കും. അക്ക വീടിൻ്റെ അടുത്തുള്ള കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ അവിടെ താമസമായ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കെ ബൈക്കിൽ ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഫാക്ടറിയിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കാനായി പോകുന്ന സെബീനക്കയെ ഞാൻ കണ്ടു. എന്നെ കണ്ടതും കൈ കാണിച്ച് നിർത്തിയിട്ട് എന്നെ കൂടെ കൊണ്ടുപോകുമോടാ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ ഒരു വലിയ ലഡ്ഡു പൊട്ടി. കാലങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് എന്നോടിപ്പോൾ ലിഫ്റ്റ് ചോദിച്ചിരിക്കുന്നത്. വണ്ടി നിർത്തിയതും സെബീനാക്ക കയറി. ഞാൻ വിചാരിച്ചു എന്നെ തൊടാതെ അകന്നിരിക്കുമെന്ന്. പക്ഷേ സംഭവിച്ചത് വേറൊന്നായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന റോഡ് മുഴുവൻ കട്ടറുകളാണ്. ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായത്. ഞാൻ ബൈക്ക് പതിയെ ചവിട്ടി തിരിച്ചൊക്കെ ഓടിക്കാൻ നോക്കി. അക്ക അതിനനുസരിച്ച് വന്നിടിക്കാനും. പിന്നെ പറയണ്ടല്ലോ, എൻ്റെ ആൾ തല പൊക്കി. ഞാൻ വളരെ പതിയെ ബൈക്ക് ഓടിച്ചു. ഗട്ടറിൽ വീഴുമ്പോൾ അക്ക എൻ്റെ തോളിൽ വന്നിടിക്കും. താഴെയാണെങ്കിൽ എൻ്റെ ആൾ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ ഞാൻ വീട്ടിലെത്തി. അക്കയെ ഞാൻ അവിടെ ഇറക്കി. എന്നോട് പോവുകയാണെന്നും പറഞ്ഞ് അക്ക വീട്ടിനുള്ളിലേക്ക് പോയി. ആ പോട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഞാനും എൻ്റെ വീട്ടിലേക്ക് പോയി. മനസ്സ് മുഴുവൻ ഒരാൾ മാത്രമായിരുന്നു. വീട്ടിൽ ചെന്ന് റൂമിൽ കയറി കട്ടിലിൽ കിടന്നു. സബീനാക്കയുടെ മുഖം മനസ്സിൽ വന്നു. പതിയെ ഞാനങ്ങ് തുടങ്ങി. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കൂടി കിടന്നു. സാധാരണ അക്ക ഉച്ചഭക്ഷണം കഴിച്ച് തിരികെ പോകുന്ന സമയം നോക്കി ഞാനും ഇറങ്ങി. പക്ഷെ ആള് നേരത്തെ പോയെന്ന് തോന്നുന്നു. ആളെ കണ്ടില്ല. അന്നത്തെ സംഭവം കഴിഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും സെബീനാക്കയെ എൻ്റെ സ്വന്തമാക്കണമെന്ന് തോന്നി. അങ്ങനെ ഇരിക്കെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അക്ക ജോലി കഴിഞ്ഞ് വന്ന പാടെ വൈകുന്നേരം കുളി കഴിഞ്ഞ് എന്നിട്ട് തുണി കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുപോയി ഉണക്കാനിടും. ജോലിക്കുള്ളതും വീട്ടിലിട്ടതുമായ തുണികൾ വീടിന് വെളിയിലുള്ള ബാത്റൂമിൻ്റെ അടുത്താണ് വിരിച്ചിടുന്നത്. എങ്ങനെയെങ്കിലും അതിലൊരെണ്ണം ഒപ്പിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ രാത്രിയിലെ അത് നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു ദിവസം ഞാൻ രാത്രി ഒരു 2 മണിക്ക് ശേഷം വീടിൻ്റെ വെളിയിൽ പതിയെ ഇറങ്ങി. ചെരുപ്പിട്ടില്ല. പതിയെ പതിയെ നടന്ന് ഞാൻ അവരുടെ ബാത്റൂമിൻ്റെ സൈഡിലെത്തി. അവിടെ ഒരു ചെറിയ ഭിത്തിയിലാണ് തുണികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ആദ്യം തന്നെ തപ്പാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച 2 സാധനങ്ങൾ എനിക്ക് കിട്ടി. ഞാനത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. റൂമിൽ ചെന്ന് കഥ കടച്ച് വീണ്ടും അങ്ങ് തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ വീടിന് വെളിയിൽ നിന്നും പല്ല് തേച്ച് നിന്നപ്പോൾ അക്ക അവരുടെ വീടിൻ്റെ വെളിയിലേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നാളെ എന്താ പരിപാടി എന്ന്, എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, എന്താ ചോദിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നാളെ അവർക്ക് എന്തോ കാര്യത്തിന് അടുത്തുള്ള ടൗൺ വരെ പോകണം. വീട്ടിൽ നിന്നും കൊണ്ടുപോകാൻ ആരുമില്ല, കൂടെ ചെല്ലാമോ എന്ന്. കേട്ട പാതി ഞാൻ യെസ് പറഞ്ഞു. അക്കയുടെ ഒരേ ഒരു മോൻ അങ്ങ് ബാംഗ്ലൂരിൽ എന്തോ ജോലി ചെയ്യാണ്. ഭർത്താവ് വെളുപ്പിന് 4 മണിക്ക് പോകുന്നതാണ്. റബ്ബർ ടാപ്പിംഗ് ആണ് അങ്ങേർക്ക് ജോലി. കുറച്ച് ദൂരെയുള്ള വലിയ തോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പോയാൽ വെട്ടി റബ്ബർ പാലെടുത്ത് ഉച്ചയാകുമ്പോഴാണ് പുള്ളിക്കാരൻ തിരിച്ചെത്താറ്. അങ്ങനെ രാവിലെ 10 മണിക്ക് റെഡിയാകണമെന്നും പറഞ്ഞ് അവർ കയറിപ്പോയി. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ ഉള്ളിലെ ആഗ്രഹം നാളെ തുറന്നു പറയണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ അന്ന് കിടന്നുറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിച്ച് റെഡിയായി ആക്കിയുടെ വീടിൻ്റെ മുന്നിലെത്തി. അവരിറങ്ങി വന്നു. ചുരിദാറായിരുന്നു ആക്കിയുടെ വേഷം.
സാരി മതിയായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അക്ക ബൈക്കിൽ കയറി. അന്നത്തെ പോലെ തന്നെ തോളിൽ പിടിച്ചിരുന്നു. അങ്ങനെ ഞാനും സെബീനക്കയും ടൗണിലേക്ക് പോയി. അവിടെ എന്തോ ഗവൺമെൻറ് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ പോയതാണ്. വേണ്ട പേപ്പറുകളെല്ലാം കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാനായി ഞങ്ങൾ വെളിയിലുള്ള ബെഞ്ചിൽ കാത്തിരുന്നു. ഞാൻ അക്കയെ നോക്കി ചിരിച്ചു. അവരും എന്നെ നോക്കി ചിരിച്ചു. എൻ്റെ ചിരി കൂടിയപ്പോൾ അക്ക എന്നോട് എന്താടാ എന്ന് ചോദിച്ചു. ഞാൻ തോളനക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു 30 മിനിറ്റ് ഇരുന്നിട്ടും സാധനം കിട്ടിയില്ല. ഞാൻ അക്കയോട് പറഞ്ഞു, പോസ്റ്റാണല്ലോ അക്ക. എന്താടാ നിനക്ക് പോയിട്ട് ധൃതിയുണ്ടോ? ഇന്നലെ പറഞ്ഞത് ഫ്രീ ആണെന്നല്ലേ? ഏയ് ഫ്രീ ആണ്, ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്ക ചോദിച്ചത്, പുലിമുരുകൻ ഇറങ്ങിയിട്ട് നീ കണ്ടോ എന്ന്. ആ, ഞാൻ റിലീസിന് തന്നെ കണ്ടു. ഞാൻ പറഞ്ഞു, എനിക്ക് കാണണമെന്നുണ്ടടാ, വീട്ടിൽ നിന്നും ആരും കൊണ്ടുപോകാനില്ല എന്ന് അക്ക വിഷമത്തിൽ പറഞ്ഞു. ഇപ്പോഴും പടം ഓടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആണോ, എന്നാൽ കണ്ടാലോ എന്ന് അക്കയും പറഞ്ഞു. ആരെങ്കിലും കണ്ടാൽ വിഷയമാകില്ലേ? നമ്മൾ രണ്ടാളും ഒന്നിച്ച് തിയേറ്ററിൽ. ഞാൻ ചോദിച്ചു. അതിനെന്താടാ, നമ്മളതിന് കാമുകിമാരൊന്നും അല്ലല്ലോ. അക്കയുടെ മറുപടി. നേരത്തെ പറയാൻ പറ്റാത്ത ഈ കാര്യം സ്വസ്ഥമായി പറയാനുള്ള ഒരവസരം തന്നെയാണിതെന്ന് ഞാൻ കരുതി. ഉച്ചയായപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അക്ക എന്നോട് കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. അക്കയുടെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു. ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു. ഓരോ ലൈം ജ്യൂസും കുടിച്ചു. അത് കഴിഞ്ഞ് മാറ്റിന് തുടങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിലെത്തി. എന്തോ ഭാഗ്യം, പടം കാണാൻ ഞങ്ങളെ കൂടാതെ 3 പേര് മാത്രം. അവരാണെങ്കിൽ താഴെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഞാനും അക്കയും മാത്രം ബാൽക്കണിയിൽ. എനിക്ക് മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഇന്ന് 2-1 അറിയാമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ സീറ്റിൽ സ്ഥാനം പിടിച്ചു. പടം തുടങ്ങി. ഞാൻ നേരത്തെ കണ്ടതായതുകൊണ്ട് പടം ബോറായി തുടങ്ങി. ഞാൻ അക്കയോട് ഇടയ്ക്കിടയ്ക്ക് കഥ പറയാൻ തുടങ്ങി. കയ്യിൽ ഒരടി തന്നിട്ട് മിണ്ടാതിരിക്കടാ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ മിണ്ടാതെയിരുന്നു. പടം കാണുന്നതിനിടയിൽ ഞാൻ അക്കയെ നോക്കിയിരുന്നു. അക്കയും അത് ശ്രദ്ധിച്ചു. ഇടയ്ക്ക് എന്താടാ എന്ന് ചോദിച്ചു. ഞാനൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവെല്ലായി. ഞാൻ അക്കയോട് ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു. അത് കേട്ടതും അക്ക ഉടനെ ബാഗിൽ നിന്നും പൈസ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെല്ലാം അക്ക തന്നെ എടുക്കണ്ട, ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് ഞാൻ പുറത്തേക്കിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ഐസ്ക്രീം ഷോപ്പിലെത്തിയപ്പോൾ അക്കയ്ക്ക് എന്ത് ഫ്ലേവറാണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചില്ല എന്ന് ഓർത്തത്. ഞാനൊരു ചോക്കോബാറും 2 കപ്പ് ഐസ്ക്രീമും വാങ്ങി. ചോക്കോബാർ ഞാൻ കഴിച്ചുകൊണ്ടാണ് അകത്തേക്ക് ചെന്നത്. അത് കണ്ട അക്ക എന്നോട് ചോദിച്ചു, എടാ എനിക്ക് ചോക്കോബാറല്ലേ വാങ്ങിയതെന്നും. അപ്പോഴേക്കും ഞാൻ എൻ്റേത് കുറച്ച് അകത്താക്കിയിരുന്നു. ഞാൻ മറ്റേത് അക്കയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്പോൾ വാങ്ങി വരാമെന്നും പറഞ്ഞു. പക്ഷെ അക്ക വിട്ടില്ല. എന്നോട് അവിടെ ഇരിക്ക്, സിനിമ ഇപ്പോൾ തുടങ്ങുമെന്നും പറഞ്ഞു. ഞാനപ്പോൾ രണ്ടും കൽപ്പിച്ച് അക്കയോട് എൻ്റെ വേണോ എന്ന് ചോദിച്ചു. കേൾക്കേണ്ട താമസം അക്ക വേണമെന്നും പറഞ്ഞു. ഇവർക്കിത് ഇത്ര ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് കൊടുത്തു. ഞാൻ കഴിച്ച ചോക്കോബാർ അവർ കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി. ഞാൻ മറ്റേ ഐസ്ക്രീം പതിയെ വാങ്ങി തിന്നാൻ തുടങ്ങി. അപ്പോഴേക്കും അക്ക ചോക്കോബാർ തീർത്തിട്ട് ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നി. എൻ്റെ കയ്യിലുള്ള ഐസ്ക്രീം മനഃപൂർവ്വം താഴെ കളയാൻ അക്ക എനിക്ക് തരുമോയെന്ന് നോക്കാമല്ലോ. ഞാനതങ്ങനെ താഴേക്കിട്ടു. അക്ക അത് ശ്രദ്ധിച്ചു. എന്നിട്ട് അയ്യോ പോയല്ലോടാ എന്ന് പറഞ്ഞ് അവർ കഴിച്ചുകൊണ്ടിരുന്ന ഐസ്ക്രീം എനിക്ക് നേരെ നീട്ടി. എൻ്റെ സ്പൂണൊന്ന് മാറ്റിവെച്ച് അക്കയുടെ സ്പൂൺ ഞാൻ വാങ്ങി ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. അക്കയ്ക്കത് ഇഷ്ടമായോ എന്തോ. ഞാനത് കഴിച്ചു. ഒരു 4 സ്പൂൺ കഴിച്ചു കഴിഞ്ഞ് ഞാൻ അക്കയിലേക്ക് അത് തിരിച്ചു കൊടുത്തു. അക്ക സിനിമയിൽ ശ്രദ്ധിച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ സിനിമ കണ്ടതേയില്ല. അക്കയെ തന്നെ നോക്കിയിരിക്കായിരുന്നു. അക്കയും അതിടക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് എന്താടെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കി. പക്ഷെ ഞാൻ പിന്നെയും നോക്കിയിരുന്നു. അക്ക ദേഷ്യപ്പെട്ടു. എന്താടാ നോക്കുന്നേ? ഞാൻ ഒന്നുമില്ലെന്ന് തന്നെ വീണ്ടും പറഞ്ഞു. എന്താടാ?
അക്ക വീണ്ടും ചോദിച്ചു. അത് പിന്നെ ഞാനൊന്ന് പരിങ്ങി. എന്താടാ പറയടാ എന്ന് അക്ക പറഞ്ഞു. അത് ഞാൻ എങ്ങനെയാ പറയാ, പറ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് അക്ക പറഞ്ഞു. ഞാൻ പറയാം, പറഞ്ഞാൽ എന്നോടൊന്നും തോന്നരുത്. ഇല്ലടാ നീ പറ, അക്ക പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് കാര്യം അവതരിപ്പിച്ചു. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു. അവരാകെ നെട്ടിപ്പോയി. എന്നിട്ടക്ക സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഞാൻ കൈ പിടിച്ചിരുത്തി. എന്നിട്ട് സോറി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് അക്കയുടെ അടുത്തുനിന്ന് മാറി വേറെ സീറ്റിൽ വന്നിരുന്നു. അക്ക എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. ഞാനാകെ പേടിച്ചു പോയി. എന്നെ നെട്ടിച്ചുകൊണ്ട് അക്ക എഴുന്നേറ്റ് എൻ്റെ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. എന്നിട്ട് എൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, എന്നെ നിനക്ക് അത്രയ്ക്കിഷ്ടമായോ? അതുകൊണ്ടാണോ ഞാൻ കഴിച്ച ഐസ്ക്രീം നീ കഴിച്ചത്? ഞാൻ അതേയൊന്ന് മൂളി. എന്നിട്ട് അക്ക ചോദിച്ചു, ഞാൻ എന്ത് തന്നാലും നീ കഴിക്കോ? കഴിക്കും, ഞാൻ പറഞ്ഞു. അക്ക ഒരു കള്ളച്ചിരി ചിരിച്ചു. ഞാനും പതിയെ പുഞ്ചിരിച്ചു. പതിയെ ഞാൻ അക്കയുടെ കയ്യിൽ പിടിച്ചു. അക്ക അതറിഞ്ഞു. എന്നാലും ശ്രദ്ധിക്കാതെ സിനിമ കാണാൻ തുടങ്ങി. അങ്ങനെ സിനിമ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങി. ബൈക്കിൽ കയറി അക്കയും ഞാനും വീട്ടിലെത്തി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പോവാമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അക്ക എന്നെ പിറകിൽ നിന്നും വിളിച്ചു. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അക്ക മൊബൈൽ നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ അവർക്ക് നമ്പർ കൊടുത്തു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇതിൽ തന്നെയല്ലേ വാട്സപ്പ് എന്ന് ചോദിച്ചു. അതേന്ന് ഞാൻ മറുപടി പറഞ്ഞു. അക്ക ഒന്ന് ചിരിച്ചു കാണിച്ചു. നേരത്തെ തിയേറ്ററിൽ വെച്ച് ചിരിച്ച അതേ കള്ളച്ചിരി. അപ്പോൾ എനിക്ക് അതുവരെ ഉണ്ടായിരുന്ന വിഷമം കുറച്ച് മാറി. അങ്ങനെ രാത്രിയായി. മൊബൈലിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു ഹായ് മെസ്സേജ് വന്നത്. ആദ്യം ഞാൻ അത് കാര്യമാക്കില്ല. വീണ്ടും ഡാ എന്നൊരു മെസ്സേജ് വന്നു. അപ്പോഴാണ് അക്കയായിരിക്കുമെന്ന് ഞാൻ ഓർത്തത്. മനസ്സിലായെങ്കിലും ഞാൻ ഒന്നുകൂടി ആരായെന്ന് ചോദിച്ചു. സെബീനയാടാ പൊട്ട എന്ന് റിപ്ലൈ വന്നു. എന്താ അക്ക എന്ന് ഞാൻ ചോദിച്ചു. അതിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനിനി അയക്കുന്ന മെസ്സേജ് നീ വായിച്ചാൽ മതി, റിപ്ലൈ തരണ്ട എന്ന്. ഞാനത് കണ്ട് റിപ്ലൈ കൊടുത്തില്ല. പിന്നീടുള്ള മെസ്സേജ് കണ്ട് ശരിക്കും എൻ്റെ ബോധം പോയി. രാവിലെ അക്കയുടെ ഭർത്താവ് 4 മണിക്ക് പോകും, ഉച്ചയോടെ തിരിച്ചു വരുള്ളൂ എന്ന്. അവർ നാളെ ജോലിക്ക് പോകുന്നില്ല. നീ രാവിലെ ഒരു 6 മണിക്ക് ശേഷം ആരും കാണാതെ വീട്ടിലേക്ക് വാ. അടുക്കള വാതിൽ ഞാൻ തുറന്നിട്ടേക്കാം, അതുവഴി കയറിയാൽ മതി, നമുക്ക് തകർക്കാമെന്ന്. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് സത്യമാണോ എന്നറിയാൻ എൻ്റെ കയ്യിൽ ഞാനൊന്ന് നുള്ളി നോക്കി. സാധാരണ 8 മണി കഴിഞ്ഞ് എഴുന്നേക്കാറുള്ള ഞാൻ 5:45 അലാറം വെച്ചു. അപ്പോൾ തന്നെ ഉറങ്ങാൻ കിടന്നു. രാവിലെ കൃത്യം 5:45 അലാറടിച്ചു. ഞാൻ നെട്ടുണർന്നു. നോക്കിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ. എന്തുകൊണ്ടും പറ്റിയ കാലാവസ്ഥയാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. നേരെ പോയി ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. വേഗം ഞാൻ അക്കയുടെ വീട്ടിലേക്ക് നടന്നു. അടുക്കള വാതിൽ പറഞ്ഞതുപോലെ തുറന്ന് കിടക്കുന്നുണ്ട്. ഞാൻ വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് കയറി. വിറകെടുക്കുന്ന അക്കയാണ് ഞാൻ കയറി ചെന്നപ്പോൾ കണ്ടത്. അക്കയോട് ഞാൻ പതിയെ ചോദിച്ചു, പുള്ളിക്കാരൻ പെട്ടെന്ന് വരുമോ എന്ന്. ഇല്ലടാ, വരില്ല, താമസിച്ചേ വരും, കണക്ക് കൊടുക്കാനുണ്ട് എന്ന് അക്ക പറഞ്ഞു. സമാധാനമായെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഞാനും അക്കയും അവിടെ വെച്ച് നന്നായി എല്ലാം ആസ്വദിച്ചു. അപ്പോൾ ഇവിടെ ഇനി നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിലുള്ള കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.